നമുക്ക് വീതിൻ്റെ പകുതി എടുക്കുക. വീതിയുടെ പകുതി 7.6 7.12 3.12 7ൻ്റെ പകുതി. 12ൻ്റെ പകുതി 6. അപ്പം 3.18 വീതിയുടെ പകുതി. ഇപ്പം നമുക്ക് കീഴിറക്കം ഒരു കോല് 6 പറഞ്ഞും കൂടി കൂട്ടാം. 1.25 കോല്. 1 6 18 6 24 3 4 4 24 എന്ന് പറഞ്ഞാൽ 5 കോലാണ്. അപ്പം 5 കോല് 24 അങ്ങനെയാണ് ഒരു കോല്. അപ്പം 5 കോലാണ്. 5 കോലാണ് ഇതിൻ്റെ വീതിയുടെ പകുതി കീഴടക്കം അടക്കം ഉള്ളത്. അപ്പോൾ നമുക്കൊരു വീതി 25 കോലാകുമ്പോൾ നമ്മളിപ്പോൾ 4 അങ്കുലത്തിൻ്റെയാണ് തോതുണ്ടാക്കിയത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് വേണ്ടത് 6 30 തോതാണ്. 30 തോത്. അപ്പോൾ ഇങ്ങനെ 30 തോതെടുക്കുമ്പോൾ ഒരു കഴുക്കോലെടുക്കുന്നു. അതിൻ്റെ ഇവിടെ നിന്നൊരു നടുക്കോടെ ഒരു ലൈൻ വരയ്ക്കുന്നു. കൊടുനൂലെന്ന് പറയും. മുകളിൽ നമുക്ക് മാർക്ക് ചെയ്യുന്നു ഒരു കുടുമയ്ക്കുള്ളത്. അത് കഴിഞ്ഞ് ഒരു അരക്കോല് മാറ്റിയിട്ട് ഒരു തുളയും മാർക്ക് ചെയ്യുന്നു. ചിലർ മുകളിൽ വരയ്ക്കും, ചിലർ അടിയിൽ വരയ്ക്കും, ചില സെൻറ്ററിൽ കൂടെ വരയ്ക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല അടിയിൽ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കുടുമയായി, വളയായി, പിന്നെ ഇരുത്തിൻ്റെ അത് 7.12 കണക്കായിട്ടാണ് വയ്ക്കുന്നത്. 7.12 എന്ന് പറയുമ്പം 3.12 3.18 3.18 കണക്കാക്കി ഇവിടെ വയ്ക്കും. അവിടെ കുടുമ ഇരുത്തും വരയ്ക്കുന്നു. പിന്നെ മൊത്തം 30 തോത് ഇവിടെ എത്തുമ്പോൾ തൂക്ക് മുറിച്ച്, അല്ലെങ്കിൽ തൂക്കിൻ്റെ കൂടെ ഇങ്ങനെ മുറിച്ചിട്ട് കഴുക്കോല് പണിയുന്നു. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ആദ്യം വരച്ച കോടിയുടെ അളവ്. ആ കോടിയുടെ അളവ് ആ തോത് വെച്ചിട്ട് കോടിക്കും അതേപോലെ തന്നെ വരയ്ക്കുന്നു. കോടിക്കും അതുപോലെ കുടുമയും ഇവിടെ കുടുമയിടുന്നു, തുളയിടുന്നു, ഇവിടെ ഇരുത്തിടുന്നു, അടിയിൽ വളത്തുളയും വരയ്ക്കുന്നു. അടിയിലത്തെ ചുറ്റുവള, ചിലൊരു സെൻറ്ററിലും ഒരു തുളയിടുന്നു വളയ്ക്ക് വേണ്ടിയിട്ട്. ഈ മെത്തേഡിലാണ് പണിയുന്നത്. പക്ഷേ ഇതിൻ്റെ അളവ് കൃത്യമായിട്ടില്ലെങ്കിൽ ഈ കോടിയും കഴുക്കോലും തമ്മിൽ വരുമ്പോൾ ഒരു 3 ഇഞ്ച് വരെ വ്യത്യാസം വരും. അത് അളവ് തോതും എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് പൈതഗോറസ് തിയറി അനുസരിച്ച് ഈ കണക്ക് ഇങ്ങനെ കൂട്ടിയെടുക്കാൻ നോക്കാം. അതായത് മട്ടത്രികോണ സിദ്ധാന്തം. അത് മട്ടത്രികോണത്തിൻ്റെ ഒരു വശം 3 ഒരു വശം 4 ആണെങ്കിൽ 3 4 ആണെങ്കിൽ മറ്റേ വശം 5 ആയിരിക്കും. അതായത് ഈ 3ൻ്റെ 4ൻ്റെ വർഗമാണ് ഈ 5ൻ്റെ വർഗം. അത് പണ്ട് തൊട്ടേ ആശാരിമാരും അതുപോലെ കെട്ടുപണിക്കാരെല്ലാം ഈ മെത്തേഡിലാണ് കണക്ക് കൂട്ടുന്നത്. അത് കണക്ക് തിരിക്കാനും അതുപോലെ മട്ടം തിരിക്കുന്നതൊക്കെ ഈ കണക്ക് വെച്ചായിരിക്കും. അതായത് ഈ 3ൻ്റെ 4ൻ്റെ വർഗം 5ആണ്. അല്ല, 3ഉം 4ഉം കൂട്ടുമ്പോൾ അതിൻ്റെ കർണം 5ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങുന്ന ഒരു വൃത്തം, ഈ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് അത് 2 ആയിരിക്കും. 2. അപ്പോൾ 2 3 4 5 അങ്ങനെ ആരല്ല വ്യാസം.
അങ്ങനെയാണ് ഈ കണക്ക് പോകുന്നത്. 3 4 5 2 3 4 5. അപ്പോൾ ഈ കണക്ക് വെച്ച് നമുക്ക് കൂട്ടുവാണെങ്കിൽ വീതി 7 12 ആണെങ്കിൽ അതൊരു നമുക്കൊരു കോൽ കണക്കെന്നുള്ളത് പണിക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ മീറ്ററിലേക്ക് മാറ്റാം.